ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറുന്ന കാരണം മഴയും തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ്. ഈ സമയത്ത് ചിലവർക്ക് ചുമ, ജലദോഷം, തുമ്മല്, ചീറ്റല് അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനൊരു ആശ്വാസമായിട്ട് ഞാനൊരു മാജിക്കൽ പൗഡറും കൊണ്ടാണ് വന്നേക്കണേ. ഇതൊരു സിമ്പിൾ ഹോം റെമഡിയാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് 50 ഗ്രാംസ് ചുക്കാണ്. ചുക്കിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ്. അതേപോലെ ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ്. ഇത് ഡൈജഷനൊക്കെ നല്ല ഗുണം ചെയ്യും. അതേപോലെ ജലദോഷവും തുമ്മലും ചീറ്റലും മൂക്കടപ്പിനും ഒക്കെ വളരെ ഒരു ആശ്വാസമാണ് നമ്മുടെ ചുക്ക് പൊടിച്ചത്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ ഈ പൊടിക്ക് 50 ഗ്രാം ചുക്കാണ് വേണ്ടത്. അടുത്തത് 50 ഗ്രാംസ് കുരുമുളകാണ് എടുക്കേണ്ടത്. കുരുമുളകും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇത് ഡൈജഷൻ കറക്റ്റ് ആക്കാനും അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് ബ്ലോട്ടിങ് ഇല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ എല്ലാ റെസ്പിറേറ്ററി അസുഖങ്ങൾക്കും ലൈക്ക് ചുമ, ആസ്തമ, ജലദോഷത്തിനൊക്കെ നല്ല ഗുണം ചെയ്യും. അപ്പം ഇതും 50 ഗ്രാം എടുക്കുക. അടുത്തത് നമുക്ക് ആവശ്യമുള്ളതാണ് 50 ഗ്രാം തിപ്പലി. ഇതും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇത് കോൺസ്റ്റിപ്പേഷനും ബ്ലോട്ടിങ്ങും ഒക്കെ ഉള്ളവർക്ക് ഇതിന്റെ പൊടി കഴിച്ചാൽ വളരെ ആശ്വാസമാണ്. അതേപോലെ ഇതും റെസ്പിറേറ്ററി അസുഖങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ചുമ, കഫക്കെട്ട്, തൊണ്ടയിൽ കിരിക്കിരിപ്പ്, തൊണ്ടവേദന, പിന്നെ ജലദോഷം, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും ഈ ഒരു പൊടി കഴിച്ചാൽ. അപ്പോൾ ഇതും 50 ഗ്രാം എടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് 50 ഗ്രാംസ് പെരിഞ്ജീരകമാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിനും ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇത് നമ്മുടെ ഡൈജഷനൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതേപോലെ അടിപൊളി മൗത്ത് ഫ്രഷ്നറാണ്. പിന്നെ മെറ്റാബോളിസത്തിനൊക്കെ കൂട്ടും. അതേപോലെ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പെരിഞ്ജീരകം കഴിച്ചാൽ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യും. അതേപോലെ നല്ല ഉറക്കം കിട്ടും. അതേപോലെ തന്നെ അലർജി, ആസ്തമ, ചുമ ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കാരണം ഇതും നമുക്ക് 50 ഗ്രാം ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒരു കടായിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് കേടാവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ ഇത് കുറേ കാലത്തേക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ കുറയും. അപ്പോൾ ഇത് 1-2 മാസത്തേക്കായിട്ട് തീർക്കാനുള്ളത് മാത്രം ഉണ്ടാക്കുക. ഇതിപ്പോൾ 1 മാസത്തേക്കൊക്കെ നന്നായിട്ടുണ്ടാവും. ഈ സമയത്ത് കോൾഡും കഫക്കെട്ടൊക്കെ കൂടുതലുള്ള കാരണം ഇതിൻ്റെ യൂസേജ് കൂടുതലുണ്ടാവും. പിന്നെ ഇത് ബോഡിക്ക് ദ്രോഹം ചെയ്യണ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം ധൈര്യമായിട്ട് കഴിക്കാം. ചുക്കൊക്കെ ഇതേപോലെ മിക്സിയിൽ ഫുള്ളായിട്ട് പൊടിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ചെറുതാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് മിക്സിയിലിട്ടോളോ. ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ മിക്സി ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇതേപോലെ ഫൈനായിട്ട് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആ മാജിക്കൽ പൗഡർ റെഡിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ റെസ്പിറേറ്ററി അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ഡെയിലി ഓരോ സ്പൂൺ വെച്ചിട്ട് കാലത്തും വൈകുന്നേരവും കഴിക്കാം. പിന്നെ ഇത് ചേർത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോടെ കുടിച്ചാൽ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 50 ഗ്രാം കൽക്കണ്ടം പൊടിച്ച് ചേർക്കാം. കൽക്കണ്ടം ചുമയും കഫക്കെട്ടിനൊക്കെ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ കുരുമുളകും തിപ്പലിയുടെ ആ എരിവും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് അസുഖം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതേപോലെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ ഇത് കുറേ കാലം ഇരിക്കും. കുട്ടികൾക്ക് 1/4 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പൊടിയിൽ തേൻ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ തൊണ്ടയിലെ കിരിക്കിരിപ്പും ഇല്ലെങ്കിൽ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മാജിക്കൽ പൗഡറാണിത്. പിന്നെ ഇത് ചുമയും കഫക്കെട്ടും മൂക്കടപ്പിനും ജലദോഷത്തിനും ഒക്കെ ഒരു മാജിക് തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.